ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ് ബലിപെരുന്നാൾ അഥവാ ഈദുൽ അസ്ഹ. ഈദുൽ അസ്ഹയുടെ ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ, ഒരു ദിവസം അള്ളാഹുവിന്റെ ഒരു സ്വപ്നമുണ്ടായി. ഇബ്രാഹിം നബിക്ക് സ്വന്തം മകനെ ബലി കൊടുക്കണം എന്നായിരുന്നു സ്വപ്നം. പറഞ്ഞ പ്രകാരം തന്നെ ഇബ്രാഹിം നബി ആ വിവരം സ്വന്തം മകനോട് ഇസ്മായിലിനോട് ഈ വിവരങ്ങൾ പറയുകയാണ്. മകനെ, നിന്നെ ബലി കൊടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് എന്ന്. ഈ വാക്കുകൾ കേട്ടപ്പോൾ വളരെ സന്തോഷവനായിക്കൊണ്ട് ഇസ്മായിൽ നബി പറഞ്ഞു, ഉപ്പ, അങ്ങനെ അള്ളാഹുവിന്റെ ഒരു സന്ദേശം ഉണ്ടെങ്കിൽ 100% ഞാൻ തയ്യാറാണ് എന്ന് പറയുകയും, ഇസ്മായിൽ നബിയുമായി ഈ ബലി കൊടുക്കാൻ പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി, ഇബ്രാഹിമെ, മകനെ ബലി കൊടുക്കണ്ട, നമുക്ക് ഒരു ആടിനെ ബലി കൊടുത്തുകൊണ്ട് ആ കടമ വീട്ട എന്ന്. ഈ അള്ളാഹു സ്ഥലത്ത് നോക്കിയത് ഇബ്രാഹിം നബിയുടെ മനസ്സിന്റെ കരുത്തും അള്ളാഹുമായിട്ടുള്ള അചഞ്ചലമായ ബന്ധവുമാണ്. അതാണ് ലോക മുസ്ലിങ്ങൾ ഈദുൽ അസ്ഹ, ബലിപെരുന്നാൾ എന്ന നാമത്തിൽ ലോകം അറിയപ്പെടുന്നത്. അന്ന് അറക്കുന്ന മാംസം പാവപ്പെട്ട വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ അന്നൊരു പ്രത്യേക നമസ്കാരങ്ങളും എല്ലാം അന്ന് നമ്മൾ ലോക മുസ്ലിങ്ങൾ അനുഷ്ഠിക്കുന്നു. പറഞ്ഞു വന്ന സന്ദേശം, ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന ഏറ്റവും സന്ദേശം ത്യാഗം, അനുസരണ, അതുപോലെ തന്നെ അള്ളാഹുമായിട്ടുള്ള ഏറ്റവും വലിയ അടുപ്പമാണ്. ഇത് മൂന്നുമാണ് നമ്മളെ ബലിപെരുന്നാൾ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ പാഠം.